വടക്കുകിഴക്കൻ ഗ്രീസിലെ തെസാലോനിക്കയ്ക്കിന് സമീപം ഏജിയൻ കടലിൽ തലയുയർത്തി നിൽക്കുന്ന മൗണ്ട് ആഥോസ് ലോകത്തിലെ ഏറ്റവും സവിശേഷവും നിഗൂഢവുമായ പ്രദേശങ്ങളിൽ ഒന്നാണ്. പരിശുദ്ധ പർവ്വതം എന്നറിയപ്പെടുന്ന ഈ പ്രദേശം കിഴക്കൻ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ സന്യാസികളുടെ ഒരു സ്വയംഭരണ റിപ്പബ്ലിക്കാണ്. ഇവിടെയുള്ള ജീവിത രീതി, കർശനമായ നിയമങ്ങൾ, പ്രത്യേകിച്ചും സ്ത്രീവർഗത്തിന് ഏർപ്പെടുത്തിയിട്ടുള്ള 1000 വർഷം പഴക്കമുള്ള വിലക്ക് എന്നിവ ഈ ദ്വീപിനെ സവിശേഷമാക്കുന്നുണ്ട്. ഏകദേശം 335 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ ദ്വീപ് ഗ്രീക്ക് ഭരണത്തിന് കീഴിലാണെങ്കിലും സന്യാസിമാരുടെ ഒരു പ്രത്യേക ഭരണ സംവിധാനത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. 1988 യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഈ പ്രദേശം അതിന്റെ അതുല്യമായ വാസ്തുവിദ്യ, കലാസൃഷ്ടികൾ, ആചാരങ്ങൾ എന്നിവയാൽ ശ്രദ്ധേയമാണ്. മൗണ്ട് ആഥോസിന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം അവിടുത്തെ ഓർത്തഡോക്സ് സന്യാസ സമൂഹമാണ്. ഈ ദ്വീപിൽ ചിതറിക്കിടക്കുന്ന 20 ഓർത്തഡോക്സ് ആശ്രമങ്ങൾ ഇവിടെയുണ്ട്. ഇവയെല്ലാം കടൽ തീരത്തോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ആശ്രമങ്ങൾ കൂടാതെ ചെറു ആശ്രമങ്ങളും സന്യാസികളുടെ ഏകാന്തവാസത്തിനായുള്ള കുടിലുകളും ഇവിടെ കാണാം. നൂറ്റാണ്ടുകളായി സന്യാസിമാർ ലളിതവും ഭക്തി നിർഭരവുമായ ഒരു ജീവിതമാണ് ഇവിടെ നയിക്കുന്നത്. അവരുടെ ദിനചര്യയുടെ സിംഹഭാഗവും പ്രാർത്ഥനകൾ, ഉപവാസങ്ങൾ, ആരാധനാക്രമങ്ങൾ എന്നിവയ്ക്കായി മാറ്റിവെച്ചിരിക്കുന്നു. ഈ ആശ്രമങ്ങളിൽ പലതിലും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അമൂല്യമായ ഗ്രന്ഥശേഖരങ്ങൾ, ഐക്കണുകൾ, മതപരമായ തിരുശേഷിപ്പുകൾ എന്നിവ സൂക്ഷിക്കപ്പെടുന്നുണ്ട്.